2 ദിവസത്തെ മുടക്കം കഴിഞ്ഞതേ അറിഞ്ഞില്ല. അങ്ങനെ ഇന്ന് സ്കൂളുണ്ട് ഗൈസ്. രാവിലെ പതിവ് പോലെ ഞാൻ നീച്ചിട്ടോ. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാ മഴക്കാറൊക്കെ ഉണ്ട്. മഴ അങ്ങനെ പെയ്യണമൊന്നുമില്ല. ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ. അപ്പോഴേക്കും ഇതാ ദിച്ചുമോള് നീച്ചിരിക്കുന്നു. സ്കൂളിലേക്ക് പോകണ്ടേ ചോദിച്ചപ്പോൾ എന്ത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആകെ മടി. എന്താ ചെയ്യുക, കുട്ടികളായാലും നമ്മളായാലും ഒക്കെ കണക്ക് തന്നെയാണ്. മഴയല്ലേ. ദിലുവിന്റെ കിടത്തം കാണുമ്പോൾ ഒന്നും കൂടി പോയി എടുക്കാൻ തോന്നുന്നുണ്ട് പുതപ്പിന്റെ ഉള്ളില്. അപ്പൊ ഞാൻ വേഗം പോയിട്ട് എന്താ ചെയ്ത്, രാവിലെ എന്തെങ്കിലും ചായയുടെ കടി ഉണ്ടാക്കണ്ടേ. ഞാൻ വേഗം പോയിട്ട് നൂലുപ്പിട്ടും മുട്ടക്കറി ഉണ്ടാക്കിയിട്ടോ. അപ്പോഴേക്കും ഏട്ടന് വർക്കിന് പോകാൻ സമയമായിട്ടോ. അപ്പൊ ഏട്ടൻ വേഗം കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഏട്ടൻ എന്താ ചായയൊക്കെ എടുത്ത് കുടിക്കുക കേട്ടോ. ഞാനൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മക്കളുടെ അടുത്തേക്കൊക്കെ ഒരുക്കാനൊക്കെ പോയി. അപ്പൊ ദിച്ചുവിന്റെ ഒരുക്കം കഴിഞ്ഞപ്പോൾ ദിച്ചുവിന് ഏട്ടൻ മാറി കൊടുത്തു. ദിലുമോൾക്കും അതെ ഏട്ടൻ മാറി കൊടുത്തു. അതുകൊണ്ട് എനിക്ക് പകുതി ആശ്വാസം. അപ്പോഴേക്കും വണ്ടി വന്നു. അപ്പൊ ദിച്ചുമോൾ വേഗം ബാഗ് എടുത്തിട്ട് ടാറ്റ പറഞ്ഞിട്ട് പോവാട്ടോ ദിലുമോളും. അപ്പൊ അങ്ങനെ വണ്ടി വന്ന് അവർ രണ്ടാൾ അതിൽ കയറി പോയി. പിന്നെ ഏട്ടന് വർക്ക് സൈറ്റിലേക്ക് പോകാൻ ഏട്ടനും അതേ കേട്ടോ വണ്ടി എടുത്തിട്ട് ഏട്ടനും പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ അമ്മയ്ക്ക് കണ്ണോപ്പറേഷൻ കഴിഞ്ഞല്ലേ. അപ്പൊ അമ്മയുടെ കണ്ണിൽ തുള്ളിമരുന്ന് ഒറ്റിക്കാണ്ടായിരുന്നു. ഞാനത് വേഗം പോയി ഒറ്റിച്ചു കേട്ടോ. വേഗം തിരിച്ചു വന്നപ്പോൾ അത് ആകെ ജഗപൊകയായിട്ട് കിടക്കുന്നു റൂമൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചിട്ടോ. ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ട് അമ്മേനെ പോയി വിളിച്ചു കൊടുന്നു കേട്ടോ. എന്നിട്ട് ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.